സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്നവരുണ്ട്, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. അത് കൃത്യമായിട്ട് ഇരിക്കുന്ന ഓരോ കുടുംബവും പാലിച്ചിരിക്കണം. ഇവിടെ പറയുമ്പോൾ എനിക്ക് മടിയുണ്ട്. എന്നാലും പത്തനംതിട്ട, കോട്ടയം, തിരുവനന്തപുരം, എറണാകുളത്തൊക്കെ പോയിട്ട് അതിൻ്റെ അപ്പുറത്ത് കണ്ട് പോയാൽ അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഇടക്ക് ഇത് ഞാൻ പറയേണ്ട ഒരു കാര്യമില്ല. ഞാൻ അവരെ നല്ല രീതിയിൽ അഭിനന്ദിക്കും. എന്താ കാര്യം? ഗൾഫിൽ നിന്ന് അയച്ചു കൊടുക്കുന്ന 15,000 20,000 രൂപ മാസത്തിൽ 5,000 രൂപ എടുത്ത് കുറി ചേർന്നിട്ട് 5 ലക്ഷം രൂപയൊക്കെ അത് അടിച്ചിട്ട് ഒരു ചെറിയ പറമ്പൊക്കെ വാങ്ങിയിട്ട് 2 കൊല്ലം കഴിയുമ്പോൾ അത് മറിച്ച് വിറ്റിട്ട് പിന്നെ വേറൊരു പറമ്പ് വാങ്ങിയിട്ട് പിന്നെ അത് മറിച്ച് വിറ്റിട്ട് 20-25 കൊല്ലം കഴിഞ്ഞിട്ട് ഇയാൾ ഗൾഫിൽ നിന്ന് വരുമ്പോഴേക്കും തിരിച്ചങ്ങട്ട് കൊടുക്കുന്നത് 1 കോടി 1.5 കോടി രൂപയാണ്. നമ്മളോ, മലബാറുകാരായ നമ്മളോ, ഈ സാധു കച്ചവടം പൂട്ടിയിട്ട് പെരി വന്നിരിക്കുമ്പോൾ ഏകദേശം ഒരു 20 ലക്ഷം രൂപ കടയിട്ടുണ്ട്. കാരണം എന്താണ്? നിങ്ങളെ മാമൂലുകൾ. നാത്തൂന്റെ നാത്തൂന്റെ പേരക്കുട്ടിക്ക് കൊണ്ടുപോകണം നിങ്ങൾ 1.25 പവന്റെ വളയാണ്. ഇങ്ങനെ മാമൂലുകൾ നടത്തി ഈ മനുഷ്യനെ പൊളിപ്പിക്കല്ലേ. ഞാൻ നല്ല ദയോട് കൂടിയിട്ട് നിങ്ങളോട് പറയാൻ, ഫിനാൻഷ്യൽ അച്ചടക്കം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ചിലപ്പോഴൊക്കെ ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സ്റ്റക്കായി നിൽക്കും. പക്ഷേ 15 കോടി സ്റ്റക്കായി നിൽക്കുന്നുവെങ്കിൽ ഭാവിയിൽ 100 കോടിയെങ്കിലും തിരിച്ചു വരുന്ന സ്റ്റക്കേ പാടുള്ളൂ. ഒന്നും കൂടി പറയാം, 15 കോടി നമ്മൾ ആകെ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രോബ്ലം ഉണ്ടാക്കുന്നുവെങ്കിൽ നമ്മൾ ഭയപ്പെടണ്ട. കാരണം ഭാവിയിൽ നമുക്ക് 100 കോടി വരാനുള്ളൊരു പദ്ധതി നമ്മൾ ചെയ്ത് വെച്ചിരിക്കണം. സമയം വൈകുന്നേ ഉള്ളൂ. ഒരിക്കലും എന്താക്കുക, നമ്മൾ കടക്കാരനാക്കരുത്. ഞാൻ പറഞ്ഞു മനസ്സിലാണ്ടോ നിങ്ങൾ? അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യാപാരി വ്യവസായി കുടുംബങ്ങളിൽ നിങ്ങൾ ക്ഷേമനിധി നിങ്ങൾ കൊടുക്കുന്നു. ഇവിടെയുള്ള ഓരോരുത്തരും നിങ്ങൾ എന്തൊക്കെ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഞാൻ പറയട്ടെ, എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പ് നിങ്ങൾ കൊടുക്കണം, നടപ്പിലാക്കാൻ പറ്റുമെങ്കിൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങളുടെ പാനൂരിലുള്ള ഈ ഇരിക്കുന്ന വ്യാപാരി, ഈ കൂട്ടത്തിൽ നല്ല സമർത്ഥയായ ഒരു വിദ്യാർത്ഥി ഉണ്ട്. നമുക്ക് അവന്റെ വാപ്പക്ക് വലിയ കച്ചവടമൊന്നുമില്ല, ഇങ്ങനെ അനുഷ്ഠിച്ച് പോവാൻ IAS അക്കാഡമി പോയിട്ട് പഠിക്കണമെന്നുണ്ട്. അവന് IAS എന്ന് പറയുന്ന സാധനം കിട്ടുന്നൊരു തോന്നലും നമുക്കുണ്ട്. അവനാകെ മാസത്തിൽ വേണ്ടത് 15,000 രൂപയാണ്. ഒരു കൊല്ലത്തേക്ക് വേണ്ടത് 1.5 ലക്ഷം രൂപ, അല്ലെങ്കിൽ ഏകദേശം 1.5 ലക്ഷം രൂപ കൂട്ടുക. ആ ഒരു വർഷത്തേക്കുള്ള 1.5 ലക്ഷം രൂപ എപ്പിസോഡായിട്ട് കൊടുക്കാൻ പാനൂരിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്ക് സാധിക്കുമ്പോ, ഭാവിയിൽ ഇവിടെ അവാർഡ് കൊടുക്കുമ്പോ ആ ജില്ലാ കളക്ടറെ നിങ്ങൾ ആദരിക്കണം. അതിനുവേണ്ടി നമ്മുടെ ഈ അജണ്ടയിൽ എന്തുണ്ടായിരിക്കണം? ഒരു എഡ്യൂക്കേഷണൽ കോൺഫറൻസ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ കോൺട്രിബ്യൂഷൻ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടോന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇന്ന് ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷന് വേണ്ടി പൈസ ചെലവാക്കുന്ന ലോകത്തിലെ തന്നെ നമ്പർ 1 താരമാണ് ആര്? അസീം പ്രേംജി എന്ന് പറയുന്ന മനുഷ്യൻ. വിപ്രോ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബ്രാൻഡ് നമുക്കറിയാം. ആ വിപ്രോയുടെ ആദ്യത്തെ എംബ്ലം ഒരു സൂര്യകാന്തി പൂവായിരുന്നു. ആ സൂര്യകാന്തി പൂവിനെ മാറ്റാൻ വേണ്ടിയിട്ട് അന്നത്തെ CEO പറഞ്ഞപ്പോ ഞാൻ എൻ്റെ പിതാവിനെ മാറ്റണമെന്നാണ് ചോദിച്ചത്. വാപ്പനോടുള്ള ഒരു ബന്ധത്തിന്റെ പേരിൽ. അദ്ദേഹം ഒരു മുസ്ലിമാണ്, അസീം പ്രേംജി എന്ന് പറഞ്ഞത്. എൻ്റെ വാപ്പനെ ഞാൻ മാറ്റണമെന്ന് ചോദിച്ചു. അതെന്താ? വാപ്പയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഓയിൽ കച്ചവടമായിരുന്നു, സൂര്യകാന്തി എണ്ണ വിൽക്കലായിരുന്നു വാപ്പന്റെ കച്ചവടം. ഇദ്ദേഹം പിന്നെ ടെക്നോളജിക്കൽ കമ്പനി തുടങ്ങി വിപ്രോ. ആ വിപ്രോ ലോകത്തിൽ അറിയപ്പെടുന്ന കമ്പനിയായി, കോടിക്കണക്കിന് രൂപയുടെ വലിയ പ്രതാപമുള്ള സമ്പന്നനുമായി. എന്നിട്ടും വാപ്പ കൊണ്ട് നടന്നിരുന്ന സൂര്യകാന്തി പൂവിനെ വിൽക്കാൻ അദ്ദേഹത്തിന്റെ കാലത്തിൽ സാധിച്ചിട്ടില്ല. ഇപ്പോഴും അസീം പ്രേംജി ഉണ്ട്. 2.25 ലക്ഷം കോടിയിൽ 1.25 ലക്ഷം കോടിയും വിദ്യാഭ്യാസത്തിന്റെ സ്കോളർഷിപ്പിന് വേണ്ടി ചെലവാക്കിയ ഒരു മനുഷ്യന്റെ പേര് കൂടിയാണ് അസീം പ്രേംജി. അവിടെ അത്രയൊന്നും ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിലും നിങ്ങൾ ഓരോരുത്തരും ഒരു സ്കോളർഷിപ്പിലൂടെ കടന്നു പോകണം. ഈ പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി പറ്റുമെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടത്തിയിട്ട് ഓരോരുത്തരുടെയും ബ്രാൻഡിനെ ഇവിടെ ചിലപ്പോൾ നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന ബ്രാൻഡുകൾ ഉണ്ടല്ലോ, ഇത് ഓരോരുത്തരുടെയും ബ്രാൻഡുകളാണ്. ഇപ്പോ മലപ്പുറം ജില്ലയിലെ യൂണിലിവറിന്റെ ഇതുള്ളത് എന്താ പറയാ, മോഡേൺ ട്രേഡിൽ MT ഉള്ളത് നമ്മുടെ കയ്യിലാണ്. എന്റെ അനിയനത് നോക്കുന്നത്, ആസംബയൊക്കെ. അപ്പോ ഇത്തരത്തെ ബ്രാൻഡുകൾ അവരെങ്ങനെ ക്രിയേറ്റ് ചെയ്തു? എങ്ങനെ ഹോർലിക്സ് ഉണ്ടായി? എങ്ങനെ ബൂസ്റ്റ് ഉണ്ടായി? ഈ പറയുന്ന എല്ലാ ഇതും പിന്നെ പിയേഴ്സും ഡോബും ലെക്സും ഇതൊക്കെ എങ്ങനെയുണ്ടായി? അതേമാതിരി തന്നെ ഈ പറയുന്ന ഒരുപാട് ബ്രാൻഡുകൾ അതിനുണ്ടല്ലോ. ആ ബ്രാൻഡുകൾ 1000-ലേറെ ബ്രാൻഡുകൾ അവർ വിൽക്കുന്നു. ആ ബ്രാൻഡ് ഉണ്ടായത് എങ്ങനെ? അതിന്റെ വഴിയെ പോയിട്ട് നിങ്ങളറിയോ, ഇപ്പതാ നമ്മുടെ ഒരു അച്ചായൻ തെക്കുഭാഗത്തുള്ള ആള് ഇന്ദുലേഖ എന്ന് പറയുന്ന ഒരു എണ്ണയുണ്ടാക്കി. അതിനെ വല്ലാണ്ട് ബ്രാൻഡ് ചെയ്തു. ആ ബ്രാൻഡ് ചെയ്തതിന് ആർക്കെന്നെ വിറ്റു? ഇത് ആരുടെ കയ്യിലപ്പോ? യൂണിലിവറിന്റെ കയ്യില്. ഇപ്പൊ നിങ്ങൾ ഇന്ദുലേഖന്റെ എന്തെങ്കിലും ഒരു പരസ്യങ്ങൾ കാണുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾ പറയും. പഴയ പോലെ ബോർഡ് കാണുന്നുണ്ടോ? അപ്പൊ ഇവരെന്തിനു വേണ്ടിയിട്ടാണ് എടുത്തത്? യൂണിലിവർ എന്തിനു വേണ്ടിയിട്ടാണ് എടുത്തത്? അതിനെ കൊല്ലാൻ.
ഏതിനെ കൊല്ലാന്? ഇന്ദുലേഖനെ കൊല്ലാൻ. എണ്ണ ഉണ്ടാക്കി, കുറച്ച് കോടികളൊക്കെ ഇറക്കി, ബ്രാൻഡാക്കി, അതിന്റെ ക്വാളിറ്റി എന്ന് മറ്റെന്തൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. അതിനങ്ങോട്ട് ടോപ്പ് റേഞ്ചിലേക്ക് എത്തിച്ച് യൂണിലിവറിനാണ്ട് വിറ്റ്. എത്ര പൈസയാണ് ഇറക്കിയത്? ചുരുങ്ങിയത് അതിന്റെ ഒരു 10-40 ഇരട്ടിക്കാണ്ട് വിറ്റ്. കാരണം യൂണിലിവറിനെ സംബന്ധിച്ചിടത്തോളം 150 കോടി എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ പൈസയാണ്. എന്തിനാ അടുത്തത്? അതിനാണ് BOBT എന്ന് പറയാം. BOBT, ബിൽഡ്, ഓപ്പറേറ്റ്, ബ്രാൻഡിങ് ആൻഡ് ട്രാൻസ്ഫർ. ഒരു സാധനത്തിന് ബ്രാൻഡ് ചെയ്ത് വെക്കുക. ആ ബ്രാൻഡിങ് നമ്മൾ പഠിക്കണം. നമ്മുടെ പ്രൊഡക്റ്റിനെ ബ്രാൻഡ് ചെയ്ത് കൊണ്ടടക്കെങ്കിൽ കൊണ്ടടന്നോ, ഇല്ലെങ്കിൽ പാതിയെങ്കിലും വിറ്റോ. 51% നിങ്ങൾ കയ്യിലാക്കി 40 മിക്കവാറും കമ്പനിയെ സമ്മതിക്കൂല. 51% അവർ വാങ്ങിക്കും. പക്ഷെ ഒരുപാട് പൈസ ഏഞ്ചൽ ഫണ്ട് എന്നതിന് പറയാം. ആ ഫണ്ട് തന്നിട്ട് അതിനെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും. ഇത്തരത്തിലുള്ള എല്ലാ ഭാഗങ്ങളും നിങ്ങൾ പഠിക്ക്. പല ആൾക്കാർക്ക് ഇത് അറിയാം. അങ്ങനെ ബ്രാൻഡിങ്ങിലേക്ക് കൊണ്ടുപോകും. അതിൽ ക്രിസ്ത്യൻ സൊസൈറ്റിയാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. ഒരു സാധനത്തെ ടോപ്പാക്കി ബ്രാൻഡാക്കി ഒരു ഉഷാറായിട്ടാണ് വിറ്റിട്ട് പെരുകിക്കാണ്ട് പോകും. നമ്മളാണെങ്കിൽ എന്നതിന്റെ പല്ലിപ്പ് തുടങ്ങിയതാണ്, ഈ ബ്രാൻഡ് അങ്ങനെ തുടങ്ങിയതാണ്, ഇങ്ങനെ തുടങ്ങി. ആ ബ്രാൻഡ് വിറ്റിട്ട് അടുത്ത ബ്രാൻഡ് തുടങ്ങണം. നിങ്ങൾക്ക് ഇമോഷണൽ ബ്രാൻഡ് ആണെങ്കിൽ പകുതിയോടെ നിർത്തിക്കോ. എന്നാലും സാമ്പത്തിക ഫ്രീഡത്തിലേക്ക് നമ്മൾ എന്താക്കണം? കടക്കണം. ഇതിനെല്ലാം ഭാര്യ, മക്കള് എല്ലാവരും സമ്പൂർണമായും സപ്പോർട്ടായി നിന്ന് കൊടുക്കണം. സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കുന്നു. അതുകൊണ്ട് വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് നമ്മൾ ചെയ്യണം. അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞോട്ടെ, ദയവ് ചെയ്തിട്ട് വാല്യൂ ഇല്ലാത്ത ഒരു ബിസിനസ് നമ്മൾ ചെയ്യരുത്. ഒരാളെ വഞ്ചിച്ച്, ചതിച്ച്, പറ്റിച്ച് ഒരിക്കലും നമ്മൾ എന്താക്കരുത്? പൈസ ഉണ്ടാക്കരുത്. ദയവ് ചെയ്ത് നിങ്ങൾ പാനൂരിൽ തന്നെ, ഞാനിവിടെ വിവാദം ഉണ്ടാക്കല്ല, അപ്പുറത്തൊരു ഷോപ്പുണ്ട്, ഇപ്പുറത്ത് അതേപോലത്തെ ഷോപ്പ് പോയിട്ട് തുടങ്ങല്ലേ. അവസാനം നിങ്ങൾക്കും കച്ചവടം ഉണ്ടാവില്ല, മൂപ്പർക്കും കച്ചവടം ഉണ്ടാവില്ല. സോറി, പാനൂരല്ല, പൂനൂര്. ആണ്ട് കണ്ടും മാറുന്നതാണ്ട. പാനൂര് കണ്ണൂര് ഭാഗത്ത പൂനൂര്. നിങ്ങൾ പൂനൂര് എന്ന് പറയുന്ന സ്ഥലത്ത്, ഈ പൂനൂരില് നിങ്ങൾ ഒരാള് തുടങ്ങിയത് വിജയിച്ചു എന്ന് കണ്ടിട്ട് അതിന്റെ അപ്പുറത്ത് പോയിട്ട് തുടങ്ങല്ലേ. കാരണം അത് വല്ലാത്ത കോമ്പറ്റീഷൻ ആണ്, വെറുപ്പുണ്ടാക്കും. ചെയ്യരുത്. നിങ്ങൾ ചെയ്താലും വേണ്ടില്ല, ചെയ്തില്ലെങ്കിലും വേണ്ടില്ല. പ്രവാചകന്റെ കാലത്തൊരു സംഭവം പറയാൻ നമുക്ക് അറിയുന്നൊരു കഥ പറയാം. ഒരു സഹാബി സന്തത സഹചാരി എന്നിട്ടൊരു കച്ചവടം തുടങ്ങി. എല്ലാവരും അങ്ങോട്ട് പോക്ക് തുടങ്ങി. അപ്പൊ അപ്പുറത്തൊരു ജൂതന്റെ കച്ചവടമുണ്ട്. അയാൾക്കും അതേ കച്ചവടം തന്നെയാണ്. ആ കച്ചവട സ്ഥലത്തേക്ക് ആളുകൾ പോവാതെ, കാരണം അവിടെ കുറച്ച് വില കൂടുതൽ എന്തൊക്കെയാണ്. ഏകദേശം അസർ, നമ്മളെ ഭാഷയിൽ പറഞ്ഞ 4-4:30 മണിയായപ്പോൾ ഇദ്ദേഹം ക്ലോസ് ചെയ്തു. എന്നിട്ട് അവിടെ കൂടിയിട്ടുള്ള 100 കണക്കിന് ആൾക്കാരോട് എന്താ പറഞ്ഞെന്നറിയോ? ഇനി നിങ്ങൾ അവിടെ പോയി വാങ്ങിച്ചോളൂ എന്നാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ അവിടെ പോയിട്ട് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ കടയിൽ തന്നെ വാങ്ങണം, ഞങ്ങൾ നിങ്ങളാ കുറച്ചും കൂടി സത്യസന്ധൻ, നിങ്ങൾ തന്നേക്കെന്ന് പറഞ്ഞപ്പോ ഈ സഹാബി പറഞ്ഞത് എന്താണെന്നറിയോ? അദ്ദേഹത്തിനും ഭാര്യയുണ്ട്, അദ്ദേഹത്തിനും മക്കളുണ്ട്, അവരുടെ മക്കളും കാത്തിരിക്കുന്നു, അവർക്കും ഭക്ഷണം കഴിക്കണം, നിങ്ങൾ ഇനി അവിടെ പോയി വാങ്ങിക്കൂ എന്ന് പറഞ്ഞവരാണ് പ്രവാചക തിരുമേനി സന്തത സഹചാരികളെങ്കിൽ ദയവ് ചെയ്തിട്ട് ഈ പൂനൂരി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരാൾ ഒരു കച്ചവടം തുടങ്ങിയെടുത്ത് കൊണ്ടുപോയിട്ട് അയാൾക്കല്ലാതെ നിങ്ങൾക്കല്ലാതെ കച്ചവടമാക്കി മാറ്റല്ലേ. പകരം അയാളെയും പ്രൊമോട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. സിമന്റുകാർ കൂടുതൽ ചെയ്യാറുണ്ട്, ക്ഷമിക്കണം കേട്ടോ. സിമന്റുകാർ ഇങ്ങോട്ട് വാങ്ങിക്കും, എന്നിട്ട് 50 പൈസ കുറച്ചിട്ടാണ്ട് കൊടുക്കും. തൽക്കാലം അന്നത്തെ പൈസക്കും വേണ്ടിയിട്ട് ഈ പരിപാടിയൊക്കെ ചെയ്യല്. ഈ ദയവായിട്ട് ഇതൊക്കെ നിർത്തണം. കാരണം എന്താന്ന് വെച്ചാൽ അങ്ങനെയുള്ള പൈസ ഉണ്ടല്ലോ, ഒരാളുടെ നെഞ്ചിൽ നെരിപ്പോട് ചാർത്തിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമ്പത്ത് കൊണ്ട് ഉറപ്പിച്ചോളൂ, നമ്മുടെ മക്കൾ ഒരിക്കലും ഗതി പിടിക്കില്ല എന്നാണ് എല്ലാ മതങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാളെ ചതിച്ചും വെട്ടിച്ചും ഉണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് ഒരാളുടെ മക്കളും ഉയരങ്ങളിലേക്ക് എത്തില്ല. തലമുറകളായിട്ട് വഴിതെറ്റിപ്പോകും നമ്മൾ കാണേണ്ടി വരും. ഇന്ന് നിങ്ങൾ ശുദ്ധവാന്മാരാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം മക്കള് നാട്ടിലേറ്റവും വെറുക്കപ്പെടുന്ന ആളുകളായി മാറുന്നത് നിങ്ങൾ കാണേണ്ടി വരും. കാരണം ഇത് ചതിയിലൂടെ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഈ പൂനൂര് എന്ന് പറയുന്ന പ്രദേശത്തെ മുഴുവൻ വ്യാപാരികളും വ്യവസായികളും അതിമനോഹരമായി ഒന്നായി നിൽക്കണം, ഒരേപോലെ ഫാമിലി ആയിട്ട് ഉണ്ടാകണം. മനസ്സ് കുത്ത് എന്ന് പറയുന്നൊരു സാധനം വരരുത്. ഇനി നിങ്ങൾക്ക് ആ കച്ചവടത്തിൽ വിജയല്ലേ, നിങ്ങൾ മൾട്ടി ലെവലിൽ വേറൊന്ന് ആലോചിച്ചോളൂ. ചെറിയ ഫണ്ട് ഇട്ടിട്ട് എങ്ങനെ വേറൊന്ന് തുടങ്ങാമെന്ന് നോക്കിക്കോളൂ. വ്യത്യസ്ത സ്ഥലത്ത് എങ്ങനെ തുടങ്ങാമെന്ന് നോക്കിക്കോളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തായ്ലൻഡിലോ മലേഷ്യയിലോ ഇന്തോനേഷ്യയിലോ പോയിട്ട് 5 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് ഒരു കണ്ടെയ്നർ നിങ്ങൾക്ക് കയറ്റാൻ പറ്റുന്നില്ലെങ്കിൽ പാലറ്റെങ്കിലും കയറ്റാലോ. എന്റെ കുറെ വിദ്യാർത്ഥികൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അവരൊന്നിച്ചു പോകും. ഒരു കണ്ടെയ്നർ 10-12 പാലറ്റിനാണ് ഒരു കണ്ടെയ്നർ എന്ന് പറയാ.
12 ആൾക്കാർ 12 പാലറ്റും കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന ഓൺലൈനിലൊക്കെ ഇട്ടിട്ട് കച്ചവടം ചെയ്യുന്ന കുട്ടികളുണ്ട്. അങ്ങനെ നമ്മൾ കച്ചവടത്തിന്റെ രീതിശാസ്ത്രം മാറ്റാം. ഒരിക്കലും ഒരാളെ എടങ്ങേറാക്കുന്ന ബിസിനസ്സിലേക്ക് നമ്മൾ പോകരുത്. അയാളെടുത്ത് അതിന് 35 പൈസ ആണെങ്കിൽ ഞാൻ 30 തരാ ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞിട്ട് ഇയാളെയും കൂടി കൊളാക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത്. നിങ്ങൾ ഇനി അടുത്ത കൊല്ലങ്ങൾ എന്നെ വിളിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, ഞാനിത് എപ്പോഴും പറഞ്ഞു. ദയവ് ചെയ്തിട്ട് ആ പണി നമ്മൾ ചെയ്യരുത്. അപ്പോഴൊക്കെയും ഈ ജൂതന്റെ ആ ഒരു അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കും. ജൂതന്റെ കടയിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞ ഈ പാവം മനുഷ്യന്റെ കഥ നിങ്ങൾ ആലോചിക്കും. അയാളുടെ ഭാര്യയും ഹിസ് വൈഫ് ആൻഡ് ചിൽഡ്രൻ ആൾസോ വെയിറ്റിംഗ് ഫോർ ഹിം. അയാളുടെ ഭാര്യയും മക്കളും അയാൾക്ക് വേണ്ടി കാത്തിരിക്കുക. അത് നമ്മൾ എപ്പോഴും ആലോചിക്കുക, ഏത് ജാതിയാകട്ടെ ഏത് മതാകട്ടെ. രണ്ടാമതായിട്ട് നിങ്ങൾ എന്നും ഈ സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കണം. എന്നും ഈ സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കണം. കാരണം വലതും ഇടതും നടുക്കുള്ളതൊക്കെ പൊളിറ്റിക്സ് ഉണ്ടാവും. എല്ലാ രാഷ്ട്രീയക്കാർക്കും അഭിവാദ്യങ്ങൾ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഞാനൊരു രാഷ്ട്രീയത്തിലും ഞാൻ മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളാണ്. ഇന്ന് വരെ എടുത്തിട്ട് ഒഴിവാക്കിയതൊന്നുമല്ല. ചില രാഷ്ട്രീയത്തോടൊക്കെ ചാരി നിൽക്കുന്നുണ്ടാകാം. ഞാൻ അങ്ങനെ ഒരു ഭയങ്കര അഭിശക്തനായ ഒരു രാഷ്ട്രീയക്കാരനല്ല. അതുകൊണ്ട് രാഷ്ട്രീയം ഏതായാലും മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കണം. രാഷ്ട്രീയക്കാർ പിച്ചിക്കീറുന്ന രാഷ്ട്രീയത്തിന്റെ അധോഗതിയിലേക്ക് നമ്മളാരും പോകരുത്. അതല്ല വ്യാപാരി വ്യവസായ ഏകോപന സമിതി. എന്നും കുട്ടേട്ടനും ഉസ്മാനും അതേപോലെ തന്നെ ജോസഫും ഒന്നിച്ചു നിന്ന ചരിത്രം മാത്രമേ വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്കുള്ളൂ. ഏത് രാഷ്ട്രീയക്കാർ പിച്ചിക്കീറാൻ വേണ്ടി ശ്രമിച്ചാലും അതിലേക്ക് ഞങ്ങളില്ലെന്ന് പറയാൻ ഓരോ വ്യാപാരി വ്യവസായിയുടെ മെമ്പർമാർക്കും സാധിക്കണം. ഒരു രാഷ്ട്രീയക്കാരൻ അത് പിച്ചിക്കീറാൻ നിങ്ങൾ കൊടുക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം ഉണ്ടാവും. ചിലപ്പോൾ BJP ആയിരിക്കാം, ചിലപ്പോൾ ലീഗ് ആയിരിക്കാം, കോൺഗ്രസ് ആയിരിക്കാം, മാർക്സിസ്റ്റ് ആയിരിക്കാം, എന്തോ ആകട്ടെ. അതൊന്നുമല്ല ഇവിടെ ചർച്ച. അവനവർക്ക് അവനവൻ്റെതായ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ അതൊരിക്കലും മനുഷ്യ സൗഹാർദ്ദത്തിനെ പിച്ചി ചീന്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തരുത്. മറ്റൊന്ന്, നമ്മുടെ മക്കളെ PG കഴിയാതെ നിങ്ങൾ പഠനം നിർത്തരുത്. അത് നിങ്ങൾ സ്റ്റാർട്ട് കണ്ടാൽ മതി. എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ട്, PG കഴിയാതെ എൻ്റെ മക്കൾ ഒരാളും എന്താക്കരുത്, പഠിത്തം നിർത്തരുത്. ഇപ്പം എൻ്റെ മൂത്ത 2 മക്കൾ മാഷാ അല്ലാഹ് ലണ്ടനിൽ പഠിക്കാം. അവിടെ PG UG ഒക്കെ ആയിട്ട് ചെയ്യാം. അതേമാതിരി മറ്റുള്ള മക്കളും പഠിക്കാൻ. എൻ്റെ ചെറിയ മോൻ അത് അവിടെ ഇരിക്കണം, 2ാമത്തെ. അവർ 8ാം ക്ലാസ്സിലാണ്. അപ്പൊ എന്താന്ന് വെച്ചിട്ട് PG കഴിയാതെ നിർത്തരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അറ്റ്ലീസ്റ്റ് PG വരെങ്കിലും നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുക. വീട്ടിലേക്ക് വരുമ്പോൾ സൗഹാർദ്ദത്തിന്റെ ഭൂമിക തീർക്കുക. പരസ്പരം നല്ല സന്ദേശം കൈമാറുക. ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇത്ര മാത്രമാണ്. എന്താണെന്നറിയോ? ശ്രദ്ധിക്കണേ, ഭർത്താക്കന്മാരോട് നീ പറഞ്ഞത്. നമ്മളിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നത് ലവ്, കെയർ, പ്രൊട്ടക്ഷൻ. എന്തൊക്കെയാണ്? ലവ്, കെയർ, പ്രൊട്ടക്ഷൻ. ഇത് മൂന്നാണ്. ലവ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ സ്നേഹം, അങ്ങേയറ്റത്തെ. എന്നും കടയൊക്കെ പോവാൻ ചാവിയാണ്ട് കൊടുക്കുമ്പോൾ ഉമ്മയിപ്പൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ വേണ്ടല്ലോ. ഒറ്റക്കൊരു വീട്ടിലാണെങ്കിൽ ചാവിയാണ്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഹഗ് ചെയ്തിട്ടൊരു ചുംബനം കൊടുത്തിട്ട് വിടുക. അതൊരു ഭയങ്കര എനർജിയാണ്. അങ്ങനെ ചെയ്തവര് ഈ പൂനൂര് എത്ര ആളുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ സാധു ഇങ്ങനെ കച്ചവടത്തിൽ പോയിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ എൻ്റെ ഭാര്യയുടെ ഒരു സ്നേഹം അതിങ്ങനെ കാണണം. തിരിച്ചു വരുമ്പോ, കച്ചവടം നിർത്തിയിട്ട് തിരിച്ചു വരുമ്പോ എന്നെങ്കിലുമല്ല ഇടക്കൊക്കെ മക്കൾക്ക് മിഠായി കൊണ്ടുവരുന്ന കൂട്ടത്തില് ഭാര്യയ്ക്ക് സ്പെഷ്യലായിട്ട് ഒരു ചോക്ലേറ്റ് കൊടുന്നു. ഞാൻ വെറുതെ പറഞ്ഞല്ലോ കേട്ടോ. UK നമ്മളെ കോളേജിലേക്ക് 2-3 ആൾക്കാർ വന്നു. ഒരു വയസ്സായ ആളുണ്ട്. അയാൾ പറഞ്ഞു, അവരുടെ ഭാര്യമാരപ്പുറത്ത് ഇതിലുണ്ട് ഹോട്ടലിൽ. എന്നോട് പറഞ്ഞു, ഇവിടെ ചോക്ലേറ്റ് ഇട്ടുക. നേരം വെളുത്ത് കോട്ടക്കലും പോകാൻ ചോക്ലേറ്റ് തിരഞ്ഞിടണം. 9 മണി അത് കട തുറക്കൂലല്ലോ. അങ്ങനെ ഒരു ഷോപ്പിൽ നിന്ന് കിട്ടി. ഞാൻ ചോദിച്ചു, ഇത് എന്തിനാന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, എല്ലാ ദിവസവും ഞാൻ എൻ്റെ രാവിലെ മോർണിംഗ് വാക്ക് കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഒരു ചോക്ലേറ്റ് കൊടുന്ന് കൊടുക്കാറുണ്ട്. അതൊന്നും മുടക്കാൻ പറ്റില്ല. നമ്മൾ സായിപ്പന്മാരെ കുറ്റം പറയും. അപ്പോൾ നമ്മളെ ഇത് എവിടെയെങ്കിലും പോയി വരുമോ, ബിസിനസ്സുകാരാണ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര പോകുമ്പോൾ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. ആർക്ക്? എന്താ പറയാത്തത്? ആർക്ക്? ഭാര്യയ്ക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. അത് നിർബന്ധമാണ്. ഇനി വിവാദം പറയല്ല, നിങ്ങളെ ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് കൊടുക്കേണ്ട 3 ആൾക്കാരുണ്ട്. നിങ്ങൾ ഇനി ചിലപ്പോൾ എന്നെ വിളിച്ചില്ല എന്ന് വരും, കുഴപ്പമില്ല. നിങ്ങളുടെ ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് കൊടുക്കേണ്ട 3 ആൾക്കാരുണ്ട്. ഞാൻ 4 ആൾക്കാരെന്നാ പറയാ, കാരണം അവർ പണങ്ങും. ഒന്നാമത്തെ ആള് നമ്മളെ പിതാവാണ്. ആരാണ്? പിതാവ്. നമ്മളൊന്ന് കൊടുത്തു നോക്കി.
1%. നമ്മളൊരു ഷോപ്പ് തുടങ്ങിയിട്ട് അതിൻ്റെ 1% നമ്മളെ വാപ്പക്ക് അല്ലെങ്കിൽ അച്ഛനൊന്ന് 1%, കുറെ ഒന്നും ഞാൻ പറഞ്ഞു. ആ സാധു ഇങ്ങനെ കാട്ടി ജീവിക്കേണ്ട ആളല്ല. മോനെ ഒരു 10,000 ഉറുപ്പ്യരോ മോനൊരു 5,000 ഉറുപ്പ്യ തരുമോന്ന് ഒരു യാചകനെ പോലെ നമ്മുടെ പിതാവിനെ ആക്കല്ലേ, ഒരു യാചകനെ പോലെ. ഞാൻ ഇത്ര സങ്കടത്തോടു കൂടി പറയുന്നത്, എൻ്റെ പിതാവ് മരിച്ചിട്ട് ഇന്നത്തെ ദിവസത്തായപ്പോൾ 1 മാസമായിട്ടുള്ളൂ. ഒരു യാചകനെ പോലെ നമ്മുടെ പിതാവിനെ ആക്കല്ലേ. പകരം നമ്മുടെ ബിസിനസ്സിൽ 1% ഒന്ന് കൊടുക്ക്. എന്നിട്ട് എല്ലാ മാസവും ഉശിരോടെ കാത്തിരിക്കട്ടെ, എനിക്ക് എൻ്റെ മകൻ്റെ ബിസിനസ്സിൽ നിന്ന് വരാനുള്ള സ്റ്റൈപ്പൻഡ് അല്ലെങ്കിൽ ഇന്ന ലാഭം ഉണ്ടെന്ന്. കാരണം നമ്മളെ ഇത്ര വളർത്തി വലുതാക്കി ഏറ്റവും ടോപ്പ് റേഞ്ചിലേക്ക് എത്തിച്ചത് നമ്മുടെ പിതാവ്. പിന്നെ ഒരിക്കലും അവർ വേണ്ടെന്നൊക്കെ പറയും. പക്ഷേ കച്ചവടം നിങ്ങൾ തുടങ്ങിയതിൽ ഇനി എക്സ്പാൻഷൻ നടത്തുന്നുവെങ്കിൽ, പുതിയ ഒരു കച്ചവടം നിങ്ങൾ തുടങ്ങുന്നുവെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഉദ്ഘാടനം ചെയ്യിക്കേണ്ടത് ആരെ കൊണ്ടാണെന്നറിയോ? മാതാവിനെ കൊണ്ട്. അമ്മ അല്ലെങ്കിൽ ഉമ്മ, നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും ആ ആളെ കൊണ്ടേ ഉദ്ഘാടനം ചെയ്യിപ്പിക്കും. ആ പാവം സ്ത്രീക്ക് 1% ഇട്ട് കൊടുത്തു. ഒരു മാസത്തിൽ ഒരു 5,000 ഉറുപ്പെങ്കിലും ഉമ്മാക്ക് പോട്ടെ. ഉമ്മ ഒരിക്കലും ഇങ്ങനെ കൈയിട്ടുന്ന ആളാവരുത്, ഇങ്ങനെ വാങ്ങിക്കുന്ന ആളാവും. അത് കഴിഞ്ഞാൽ അതാണ് കൂടുതൽ വിവാദമാവുക. എന്നാലും പറയാം, എന്തെന്ന് വെച്ചാല് നമ്മളെ കണ്ടിട്ട് ഇറങ്ങി വന്ന ഈ പാവം ഭാര്യമാരുണ്ടല്ലോ, അവർക്ക് 1% പാർട്ട്ണർഷിപ്പ് കൊടുക്കും. അവകാശം ചോദിച്ചിട്ടും അധികാരം പറഞ്ഞിട്ട് നിങ്ങൾ വരരുത്. ജസ്റ്റ് ഒരു പേയ്മെന്റ്. ഈ 3 ആളുകളെ നിങ്ങൾ പരിഗണിച്ചു കഴിഞ്ഞു, ഉറപ്പിച്ചു ഞാൻ പറയും, ഫുത്തിഹത്ത് അബ്വാബുസ് സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടും. ഉറപ്പായിട്ടും നോക്കിക്കോ, നമ്മുടെ പിതാവിന്റെ പ്രാർത്ഥനയിലും കണ്ണുനീരിലും ഈ ഷോപ്പ് ഉണ്ടാകുമെന്നും, നമ്മുടെ ഉമ്മയുടെ നിസ്കാരപ്പായുടെ പ്രാർത്ഥനത്തിൽ, നമ്മുടെ അമ്മയുടെ അമ്പലത്തിലെ പ്രാർത്ഥനകളിലുമൊക്കെ ഈ ഷോപ്പ് ഉണ്ടാകുമെന്നും, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ ചായ കാച്ചുമ്പോ ചൂടാകുന്ന കൈകളിലെ പ്രാർത്ഥനകളിലൊക്കെയും ആ പാപത്തിന്റെ നിറക്കണ്ണുകൾ ഉണ്ടാകും നമ്മുടെ ബിസിനസിന്റെ വിജയത്തിന് വേണ്ടി. നമ്മൾ ആരും ഇത് ചെയ്യലില്ല. നമ്മൾ ഇവർക്കൊക്കെ പൈസ ഇങ്ങനെ കൊടുക്കാറുണ്ട്. പക്ഷേ നീ എന്റെ ഭാഗമാണടി മോളെ എന്ന് നമ്മൾ പറയാറില്ല. അത് നമ്മൾ ചെയ്തു കൊടുത്തേ പറ്റൂ. പാവങ്ങളാണ് ഇവര്. ഇതുവരേക്കും അവരോട് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞോട്ടെ, അമ്മിയിൽ അരച്ചരച്ച് കൈകൾ കുഴയാത്തതിന് നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തല്ലേ. അമ്മിയിലെ വിറകായി എരിയുന്നത് അല്ലെങ്കിൽ അരയുന്നത് തീർച്ചയായും അവളാണ്. അമ്മിയിൽ അരയുന്നത് അവളാണ്. അടുപ്പിലൂതി ഊതി കണ്ണുകൾ നിറയാത്തതിന് നിങ്ങൾ അവരെ വിമർശിക്കല്ലേ. അടുപ്പിലെ വിറകായി എരിയുന്നത് അവളാണ്. ഇരുട്ടത്ത് തിരി വെളിച്ചം തന്നില്ലെന്നോതി നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തല്ലേ. ചിതയിൽ അഗ്നി പോലെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കത്തിയാളുന്നത് പാവം അവളാണ്. അവസാനം മരണക്കിടക്കയിൽ കിടക്കുമ്പോ അവൾക്കുള്ള ലാഭങ്ങളെല്ലാം കണക്കൂട്ടി മക്കൾ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വരട്ടെ. നിങ്ങളെ പ്രതീക്ഷിച്ച് ഇറങ്ങി വന്ന പാവം മനുഷ്യ സ്ത്രീയാണ്. അതുകൊണ്ട് നമ്മുടെ ബിസിനസ്സിൽ ചെയ്യേണ്ട 97% ലാഭങ്ങൾ എടുത്തോളിൻ. 1% ബാപ്പക്ക്, 1% ഉമ്മക്ക്, 1% ഭാര്യക്ക്. കാരണം ഭാര്യക്ക് അവളെ അനിയത്തിക്ക് കൊടുക്കാണ്ടാവും, ഏട്ടത്തിക്ക് കൊടുക്കാണ്ടാവും, അവളെ കുടുംബത്തിൽ ഉമ്മാക്ക് കൊടുക്കാണ്ടാവും. അവള് നല്ല യശസ്സോട് പോയിട്ട് ഇതൊക്കെ ഒന്ന് കൊടുക്കട്ടെ. ആരുടെ പൈസ കൊണ്ട്? നമ്മുടെ ബിസിനസ്സിൽ എപ്പോഴും കൈക്കോട്ട് പോലെ എങ്ങണ്ട് മാന്തണ്ടതേ ആളുകൾ പറയാറുള്ളൂ. ഞാൻ അതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് പറയാണ്, കുറച്ച് അങ്ങോട്ട് കൊടുക്കുന്നൊരവസ്ഥയുണ്ടാകണം. ആ കൂട്ടത്തിൽ നമ്മുടെ കൂടെ എന്നും നിലനിന്ന നമ്മുടെ സ്റ്റാഫ് ഉണ്ടല്ലോ, അവർ ചിലപ്പോൾ 2-3 ആൾക്കാരുണ്ടാവുക. ആ സ്റ്റാഫുകൾക്ക് വേണമെങ്കിൽ നിങ്ങൾ 1% മാറ്റിവെച്ചോ. അവര് നിങ്ങളുടെ ചങ്കാണ്. 4 പേരുണ്ടോ? ആ 4 പേരുണ്ടെങ്കിൽ 4ാമതായി നിങ്ങൾ കൊടുക്കേണ്ടത് അവർക്കാണ്. കാരണം അവരാണ് നിങ്ങളെ ഇങ്ങനെ ആക്കിയത്. അതുകൊണ്ട് സ്റ്റാഫുകളെ നിങ്ങൾ മറക്കല്ലേ. എല്ലാ സാധാരണ സ്റ്റാഫുകൾക്കൊന്നും ഞാൻ പറഞ്ഞില്ല, നമ്മുടെ സ്വന്തം ചങ്കായി നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് നിങ്ങൾ കൊടുത്തോ. ആകെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി കൊടുത്താലും പോകല് ചിലപ്പോൾ 5% ആയിരിക്കും. ആ 5% 50%, 500% ദൈവം തമ്പുരാൻ നമുക്ക് തരും. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഇനി സ്നേഹം മാത്രം ഉണ്ടാകട്ടെ. പാരസ്പര്യത്തിന്റെ ഒരു ലോകം. എപ്പോഴും ഈ വിശന്നിട്ട് അല്ലെങ്കിൽ വിഷമിച്ചിട്ട് ബിസിനസിന്റെ ടെൻഷനും പേറിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് കയറി വരും നമ്മുടെ പ്രിയപ്പെട്ട ഈ കച്ചവടക്കാരുണ്ടല്ലോ, അവർ കയറി വരുമ്പോ ജസ്റ്റ് ഒന്ന് കൈ കൊടുക്ക്, എന്തെങ്കിലും കയ്യിലിടുന്ന് വാങ്ങിയേക്ക്, എന്താ ക്ഷീണിച്ചോ എന്നൊരു ചോദ്യം ചോദിക്ക്. എന്നിട്ട് എന്തെങ്ങൾക്ക് ആദ്യം വേണ്ടതെന്നൊന്ന് ചോദിക്ക്. അങ്ങനെ ആ സാധനം ഒന്ന് സമാധാനപ്പെടുത്ത്. മക്കളുണ്ടല്ലോ, മക്കള് വാപ്പ കയറി വരുമ്പോ കൈക്ക് ഇങ്ങനെ നോക്കല്ലേ, എന്താന്ന് ഇപ്പൊ കൊടുന്നത് എന്നുള്ളത്. കൈക്ക് നോക്കുന്നതിന് പകരം ആ മനുഷ്യന്റെ മുഖത്തേക്കൊന്ന് നോക്ക്, അയാളെ ഒന്ന് സന്തോഷിപ്പിക്ക്. അത് മക്കൾ ചെയ്യേണ്ട ഒരു പണിയാണ്.
വരുമ്പോൾ ഒന്ന് സല്യൂട്ട് ചെയ്യ്. മക്കളെ, നിങ്ങൾ ഒരിക്കലും മൊബൈലും പിടിച്ചോണ്ട് അവിടെ നിൽക്കല്ലേ. വാപ്പ വരുന്ന വണ്ടിയുടെ, അച്ഛൻ വരുന്ന വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോഴേക്ക് ഓടി വരുന്ന മക്കളുണ്ടല്ലോ. ഞാനൊരു ഇതുണ്ടായിട്ട് പറയല്ല, ഇതായിരിക്കുന്ന എൻ്റെ മോന് എന്ന് കാർ ഇറങ്ങി വരുമ്പോഴും എൻ്റെ അരികിലേക്ക് ഓടി വരും. അവൻ എല്ലാ മൊബൈലും മാറ്റിവെച്ചുകൊണ്ട് ആ സ്നേഹത്തോടെ അവൻ എന്നും എൻ്റെ അരികിലേക്ക് ഓടി വരാറുണ്ട്. അതായിരിക്കണം മക്കൾ. ഞാൻ എൻ്റെ മക്കളെ കുറിച്ച് പറയില്ല, എന്നാലും നമ്മുടെ ഓരോരുത്തരുടെയും മക്കൾ അതായിരിക്കണം. പിതാവിന്റെ കാറിന്റെ ശബ്ദം കേൾക്കുമ്പോഴേക്ക് എല്ലാ മൊബൈലും ഓഫ് ചെയ്തുകൊണ്ട് കാർ പോർച്ചിലേക്ക് ഓടിയെത്തുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറണം. ആ സ്നേഹവലയത്തിൽ നമ്മൾ ഉണ്ടാകണം. നമ്മുടെ വീട്ടിലെ പ്രാർത്ഥനകളിൽ എല്ലാവരും കൂടി ഒന്നിച്ച് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാകണം. മുസ്ലിം പ്രാർത്ഥനകളുണ്ട്, ഹൈന്ദവ പ്രാർത്ഥനകൾ എന്തുമാകട്ടെ. ഓം സഹനാവതു സഹനഭിനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി എന്ന് ഹൈന്ദവർക്ക് പ്രാർത്ഥിക്കാനുണ്ട്. ആ പ്രാർത്ഥനകൾ ചടുലമായി നിങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കൂ. വർഗീയത ലവലേശം പോലും നിങ്ങളിലേക്ക് കടന്നു വരില്ല. കാരണം പ്രാർത്ഥിക്കുന്നത് മുഴുവനും നമ്മൾ സമാധാനത്തോടു കൂടി ജീവിക്കട്ടെ എന്നാണ്. എല്ലാ നിസ്കാരത്തിന് ശേഷവും അല്ലാഹുമ്മ ഇന്നക അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം തബാറക്ത റബ്ബനാ വതആലൈത യാ ദൽ ജലാലി വൽ ഇക്റാം. മദ്രസയിൽ പഠിച്ച എല്ലാവർക്കും ഈ പ്രാർത്ഥന അറിയാം. അത് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയുണ്ടാകട്ടെ. അങ്ങനെ സ്പിരിച്വലി നമ്മുടെ കുടുംബം ടോപ്പാകണം. സമൂഹത്തിന് നന്മകൾ ചെയ്യുന്ന ആളുകളായിരിക്കണം. സ്റ്റാഫുകൾക്ക് നന്മ ചെയ്യുന്ന ആളായിരിക്കണം. കുടുംബത്തിൽ സന്തോഷവാനായ ആളായിരിക്കണം. ബിസിനസ്സിൽ ടോപ്പ് ലെവൽ സ്ട്രാറ്റജിസ്റ്റ് ആയിരിക്കണം. എല്ലാറ്റിലും മുഴുകിക്കഴിയുന്ന ഒരുവന്റെ പേരാണ് സത്യത്തിൽ പച്ചയായ മനുഷ്യനെന്ന്. അവൻ ബിസിനസ്സിൽ ടോപ്പായ പോലെ കുടുംബത്തിൽ അവൻ ഹീറോ ആയിരിക്കണം. കുടുംബത്തിൽ ഹീറോ ആയ പോലെ സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ ഗുണം ചെയ്യുന്ന ആളായിരിക്കണം. അതേപോലെ തന്നെ ദൈവത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ആളായിരിക്കണം. അവൻ എന്തിലൊക്കെ ഫിറ്റായി, അവൻ അവന്റെ കരിയറിൽ ഫിറ്റ്, അവന്റെ ഫാമിലിയിൽ ഫിറ്റ്, അവന്റെ സ്പിരിച്വാലിറ്റിയിൽ ഫിറ്റ്, അവൻ സൊസൈറ്റിയിൽ ഫിറ്റ്, എല്ലാറ്റിലും ഫിറ്റായ അൽ ഇൻസാനുൽ കാമിൽ, ദ കംപ്ലീറ്റ് മാൻ, ദ പെർഫെക്റ്റ് മാൻ എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അങ്ങനെ ഈ പൂനൂരിലെ ആളുകൾ മാറുമെന്ന പ്രത്യാശയോടെ ഓരോരുത്തരും എഴുന്നേറ്റിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രഖ്യാപിച്ചാട്ടെ, ഞങ്ങൾ അങ്ങനെ തയ്യാറാണ് എന്ന അർത്ഥത്തിൽ. ജസ്റ്റ് എന്നാണ്ട് എഴുന്നേറ്റ് കുറെ നേരമായി നമ്മൾ ഇരിക്കാൻ തുടങ്ങിയിട്ട് സ്പിരിച്വലി നമ്മൾ ടോപ്പായിരിക്കും. ആത്മീയപരമായി ഏറ്റവും മുമ്പിൽ നമ്മൾ ഉണ്ടാകും. ആർ റെഡി? യേസ് എന്നൊന്ന് പറഞ്ഞാട്ടെ. ആർ റെഡി? എന്താ സ്പിരിച്വാലിറ്റി? പ്രാർത്ഥനകൾ, ദൈവത്തിലേക്കുള്ള അടുപ്പം, മനുഷ്യരോടുള്ള സ്നേഹം, എല്ലാ മനുഷ്യരെയും നെഞ്ചിൽ ചേർത്തുകൊണ്ടുള്ള നടത്തം, വർഗീയതയില്ലാത്ത ജീവിതം, അതാണ് സ്പിരിച്വാലിറ്റി. നമ്പർ 2, നമ്മുടെ പ്രൊഫഷനിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ കരിയറിൽ നമ്മൾ ടോപ്പായിരിക്കും. പ്രത്യേകിച്ച് ഞങ്ങളെ സ്ത്രീകള് ഞങ്ങളെ ഭർത്താക്കന്മാരെ നന്നായിട്ട് സഹായിക്കും. എല്ലാ അർത്ഥത്തിലും ഒന്ന് കൈയർത്തിയിട്ടൊന്ന് പ്രഖ്യാപിച്ചാട്ടെ. ആർ റെഡി ഫോർ ദാറ്റ്? യെസ്, എല്ലാ അർത്ഥത്തിലും നിങ്ങൾ റെഡിയാണ്. മൂന്നാമത്തത്, സമൂഹം വേദനയോട് കൂടി കഴിയുമ്പോൾ വ്യാപാരി വ്യവസായിയുടെ മെമ്പർ എന്നുള്ള അർത്ഥത്തിൽ അവരുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കാളിയാകും. ചൂരൽമല പോലെ ഇനിയും ഒരു പക്ഷേ മലകൾ ഇറങ്ങാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവിടെ ആദ്യമായി ഓടിയെത്തി ആ പച്ചയായ മനുഷ്യരുടെ മുഴുവൻ കണ്ണുനീരൊപ്പാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒന്ന് യെസ് പറഞ്ഞാട്ടെ. ആർ റെഡി ഫോർ ദാറ്റ്? അതോടൊപ്പം ഞങ്ങളുടെ മക്കളെ പഠിപ്പിച്ച് കുടുംബത്തിൽ സ്നേഹത്തോടു കൂടി ഞങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും നെഞ്ചിൽ ചേർത്ത് ഒരിക്കൽ പോലും അവരെ വേദനിപ്പിക്കാതെ ദുഃഖിപ്പിക്കാതെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെ ഞങ്ങൾ കുടുംബത്തിൽ 1-ാം സ്ഥാനത്താകാന്നുള്ളവരൊന്ന് കൈപ്പൊക്കിയാട്ടെ. ഒന്ന് ഉറക്കാണ്ട് കൈപ്പൊക്കിക്കോ. അപ്പോ കച്ചവടം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് വീട്ടിൽ ബിരിയാണി അടിച്ചെടുക്കൽ മാത്രമല്ല, സമൂഹം നമ്മളെ കാത്തിരിക്കുന്നു, ദൈവം നമ്മളെ കാത്തിരിക്കുന്നു, അതോടൊപ്പം കുടുംബം നമ്മളെ കാത്തിരിക്കുന്നു, കച്ചവടത്തിലെ സ്റ്റാഫ് മെമ്പേഴ്സ് നമ്മളെ കാത്തിരിക്കുന്നു, കച്ചവടത്തിന് വേണ്ടി ലോകം നമ്മളെ കാത്തിരിക്കുന്നു. അങ്ങനെ ലോകത്തിൽ മുഴുവനും കച്ചവടം വ്യാപിപ്പിച്ച് കുടുംബത്തെ നെഞ്ചിൽ ചേർത്ത് മാനവരാശിക്ക് ഗുണങ്ങളെല്ലാം ചെയ്ത് അതോടൊപ്പം ദൈവത്തിന്റെ മുമ്പിൽ, ഏകഛത്രാധിപതിയുടെ മുമ്പിൽ ഏകം സതിപ്രാഹ ബഹുദാ വദന്തി ഏകം സതിപ്രാഹ ബഹുദാ കൽപ്പയന്തി, ഏകമായിട്ടുള്ളതിനെ പലതായി കണക്കാക്കുകയും ഏകമായിട്ടുള്ളതിനെ പലതായി വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഏകനായ തമ്പുരാനിലേക്ക് അതിശക്തമായി നമ്മൾ തിരിയുമെന്ന പ്രഖ്യാപനത്തോടെ ഏറ്റവും സുന്ദരമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇനിയും ഉയർന്നു പോകട്ടെ എന്ന അഭിമാനത്തോടെ, എന്ന ഏറ്റവും വലിയ യശസ്സോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.